മോർണിംഗ്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ജസ്റ്റ് നീച്ചതേ ഉള്ളൂ. ഇവിടെ ഒരു 7 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, തല പൊന്തുന്നുണ്ടായിരുന്നില്ല. ഞാൻ സൂര്യൻ വരുന്നത് നോക്കിയിരിക്കുക. നല്ല വ്യൂ ആട്ടോ പുറത്തുനിന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡീറ്റെയിൽസും ഇവിടെ എത്ര റേറ്റായി കാര്യങ്ങളും ഇവിടുത്തെ സർവീസസ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അതുപോലെ പറ്റുകയാണെങ്കിൽ ചെറിയൊരു ഹോം ടൂറും കൂടി ഇങ്ങനെ അവിടുത്തെ ഓൾ ടുഗെദർ സംഭവങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാം. മേ ബി ആർക്കെങ്കിലും ഹെൽപ്പ് ആയാലോ. തൽക്കാലം ഡയലോഗോടെയൊക്കെ നിർത്തി ഞങ്ങൾ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇവിടെ അടുത്ത് റെസ്റ്റോറൻറ്റ്സും അതുപോലെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ ഒരു നമ്മൾ ചൂസ് ചെയ്ത സ്ഥലത്ത് കിച്ചൺ ആയിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഓവനുണ്ട്, പിന്നെ ടോസ്റ്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതും ഈ ഒരു ലിവിങ് ഏരിയൻ്റെ സൈഡിൽ തന്നെ അവർ സെറ്റ് ചെയ്തേക്കുവാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ്ഡ്. ബ്രെഡ് ടോസ്റ്റ്, പിന്നെ ടസ്കോ എന്ന് വെച്ചൊരു ജാമുണ്ട്, പഴമുണ്ട്, മുന്തിരിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ എവിടെയും ഷോപ്പില്ല. സോ നമ്മളിത് കൊണ്ടുവന്ന എന്തോ ഭാഗ്യം. അല്ലെങ്കിൽ നമ്മളൊരു 6 മൈൽ ട്രാവൽ ചെയ്തിട്ട് വേണം സാധനം വാങ്ങിച്ചിട്ട് വരാം. ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, കാരണം ഞങ്ങളതിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങളിങ്ങനെ ട്രിപ്പ് വരികയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഫുഡും കാര്യങ്ങളും ഐറ്റംസൊക്കെ കൊണ്ടുവരാൻ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റ്. ഞങ്ങളൊരു ഒപ്പീനിയനാണ്. സോ വേഗം ഡ്രസ്സപ്പ് ചെയ്തു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കണിയായിരുന്നു. കിളികളുടെ ഒരു ചെറിയൊരു അഭിഷേകം തന്നെയായിരുന്നു കാറിൻ്റെ മുകളിൽ. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാൻ നോക്കിയപ്പോൾ കിട്ടിയൊരു പണിയാണ്. Hey, look at the mirror. Nice pose. Nice pose. എവിടെ പോയാലും പാർക്കിംഗ് ഫീ അത് മസ്റ്റാട്ടോ. ഇവിടെയും അതേപോലെ അവർ 2 hours 5 pounds ആണ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ എക്സ്ട്രാ വരുന്ന ഓരോ അവറിനും 220 pounds വെച്ചിട്ട് കൂടി കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഏകദേശം 2 hours കൊണ്ട് ഇവിടെയൊക്കെ കവർ ചെയ്യാൻ വിചാരിച്ചിട്ട് 2 hours ആണ് എടുത്തിട്ടുണ്ടായത്. പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായ ഇത് കുറേ അങ്ങോട്ട് നടക്കാനും മലയും കുന്നും ഒക്കെ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഏകദേശം ഒരു 3 മണിക്കൂർ എങ്ങാനും എടുത്തു. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ വന്നിട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയപ്പം പറ്റുന്നുണ്ടായില്ല. അപ്പം അറ്റ്ലീസ്റ്റ് മിനിമം 2 hours ആണ് അവിടെ പറയണത്. അപ്പോൾ വീണ്ടും ഞങ്ങളൊരു 5 pound കൊടുക്കേണ്ടി വന്നു. ഇനി അഥവാ ആരെങ്കിലും വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പേ ചെയ്യുമ്പോൾ തന്നെ 2 hourൻ്റെ കൂടെ അതിന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, എക്സ്റ്റെൻഡ് ഫോർ 1 hour. അപ്പോൾ അതും കൂടി എടുക്കുകയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 3 hours കൊണ്ട് നമുക്ക് ഒന്ന് കവർ ചെയ്ത് വരാൻ പറ്റും, പെട്ടെന്ന് പോയിട്ട് വരികയാണെങ്കിൽ. സെക്കൻഡ് ലൊക്കേഷനിലല്ല, സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് ലൊക്കേഷനിലാണ് ഉള്ളത്. ആക്ച്വലി ഇവിടെ കൈൻഡ് ഓഫ് ട്രെക്കിംഗ് സ്പോട്ടാണ്. പക്ഷേ അത്യാവശ്യം നല്ല വിൻഡും ഉണ്ട്, ബട്ട് നല്ല തണുപ്പും ഉണ്ട്. സീൻസ് ലൈക്ക് സണ്ണി. ആക്ച്വലി നിങ്ങളിവിടെ എത്തിയിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണെന്നൊന്നും പ്രോപ്പറായിട്ട് അറിയില്ല. അപ്പോൾ നമുക്കിവിടെ വലിയൊരു ഏരിയ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ചെറിയൊരു ലേക്ക് പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ ഒരു വാട്ടർഫോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ അത് തപ്പി കണ്ടുപിടിക്കണം. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രക്കിങ്ങിനും അതിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. സോ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫോട്ടോ മുഖ്യം പിന്നിലേന്നാണല്ലോ. അപ്പം നമ്മൾ തുഴഞ്ഞു പോകുന്നത് കുറച്ച് നല്ല ക്ലിക്സ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്.
അടിപൊളിയാണ് കാണാൻ. പക്ഷെ ക്യാമറയിൽ എത്രമാത്രം ഇതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് എന്ന് അറിയില്ല. കയറിക്കോ, ഒന്ന് കയറിക്കോ. ഇത് അത്യാവശ്യം കുറേ നടക്കാനും ഉണ്ട്. ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. പക്ഷെ കുറേ നടന്നിട്ടൊന്നും കാണാനില്ല, നോക്കാം. ആക്ച്വലി നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ബ്രൈഡൽ ഫാൾസ് ആയിരുന്നു. സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് സ്പോട്ട്. പക്ഷേ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ടൈം നടക്കാനുണ്ട്. നടക്കാൻ മീൻസ് കൈൻഡ് ഓഫ് ട്രെക്കിംഗ് സ്പോട്ട് പോലത്തെ ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടോപ്പിലൊക്കെ. എവിടെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു? അതാ ഓയോ അവിടെ ആ ടോപ്പിലൊക്കെ ആൾക്കാരിങ്ങനെ നടന്ന് കയറണം. നമ്മളിപ്പോൾ തന്നെ കുറേ ദൂരം നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. ആൻഡ് കുറേ ദൂരം നടന്നപ്പം അവിടെ 2 ഇൻഡിക്കേഷൻസാണ് ഉണ്ടായിട്ടുണ്ടായത്. ഏതർ വി ക്യാൻ ചൂസ് ബ്രൈഡൽ ഫാൾസ് അല്ലെങ്കിൽ ഒരു കേവാണ്. ആൻഡ് നമ്മൾ ഓൾറെഡി കുറേ നടന്നതുകൊണ്ട് ബ്രൈഡൽ ഫാൾസ് ദൂരെ ആയതുകൊണ്ടും ഞങ്ങൾ കേവ് ചൂസ് ചെയ്തു. പക്ഷേ അവിടുന്നും കുറേ നടന്നിട്ടും ഞങ്ങൾ ഇതുവരെ ഒന്നും കണ്ടില്ല. പക്ഷേ പിന്നെ ഇവിടുത്തെ അത്യാവശ്യം പാർക്കിംഗ് ചാർജൊക്കെ കൂടുതലാണ്. ഫോർ 2 hours നമുക്കൊരു 5 pound വരുന്നത്. ആൻഡ് എക്സ്ട്രാ ഓരോ മണിക്കൂറിനും 220 pound നമ്മൾ പേ ചെയ്യണം. 220. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം വർത്ത് ഇറ്റ് ആണോ ചോദിച്ചാൽ ഹൈക്കിങ്ങും ട്രക്കിങ്ങും ഇഷ്ടമുള്ളവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. പക്ഷെ നടക്കാൻ നമ്മളെ പോലെ മടിയുള്ളവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട്, ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് കുറച്ച് ടയേർഡ് ആയിരിക്കും ഇനിയിപ്പോൾ അടുത്തയിലേക്ക് പോകുമ്പോൾ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വരുന്നവർക്ക്, നടക്കാൻ ആഗ്രഹമുള്ളവർക്ക്, ട്രക്കിങ് ഇഷ്ടമുള്ളവർക്ക് വരാം. ഇത് ഇവിടുത്തെ ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു സെറ്റപ്പാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ബട്ട് ലുക്കിംഗ് ഗുഡ്. ആക്ച്വലി നമുക്കിതിൻ്റെ ടോപ്പ് വരെ പോകാൻ പറ്റും. സോ നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന ഡിസ്റ്റൻസ് ഇറ്റ്സ് ടു ലോങ്. അയ്യോ, ഫൈനലി നമ്മൾ കേവ് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി കുറേ സ്ഥലത്തു നിന്ന് ഇവിടെ റീച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. കുറേ ഡയറക്ഷൻസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മൾ കേവ് കണ്ടു. നമ്മൾ വരുമ്പോൾ പറഞ്ഞ അഭിപ്രായം ചെറുതായിട്ടൊന്ന് മാറ്റാണ് തോന്നുന്നു. നല്ലൊരു സ്ഥലം. ലാസ്റ്റിലെത്തിയപ്പം അടിപൊളിയായിരുന്നു. നന്നായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത്രയും നടന്നതിൽ ഒന്നും കയറി വരണം, ഇവിടെ കാണണമെങ്കിൽ അത്രേ ഉള്ളൂ. കുറച്ച് നല്ല പിക്ക് കിട്ടും. ബട്ട് ഇറ്റ്സ് വർത്ത്. നമ്മൾ ചെറുതായിട്ടൊന്ന് അഭിപ്രായം മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴുള്ള വ്യൂ. ഇവിടെ കുറേ ബ്ലൂബെൽസ് ഇങ്ങനെ കാണാം. എൻ്റെ മോനെ, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തെത്തി ഇന്നത്തെ. പക്ഷെ ഉച്ച കഴിഞ്ഞു, 3 മണിയായി. ഞങ്ങൾ ഇത്രയും ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ
നല്ലൊരു സ്ഥലം അല്ലേ? ഇതിനെന്തായാലും പേര് പറഞ്ഞേ, ഗ്രാസ്മിയർ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഒരു പഴയ ഓൾഡ് ടൗൺ കൈൻഡ് ഓഫ് സെറ്റപ്പാണ്. ഗ്രാസ്മിയർ ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ നേരത്തെ പോയെടുക്കുന്ന ഒരു 2 മൈൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് കോസ്വാളൊക്കെ പോലെയുള്ള ഒരു സ്ഥലം, നൈസ് ഒരു ചെറിയൊരു വില്ലേജ്. നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റുന്ന ഒരു ഏരിയ, ഒരു വൃത്തിയുള്ള ഒരു കാണാൻ പറ്റുന്ന ഒരു വില്ലേജ് കൈൻഡ് ഓഫ് സെറ്റപ്പ് അല്ലേ? മാപ്പ് ഫുള്ളുള്ളല്ലോ, നോക്കിക്കോ. ഇതിന് 1-ന് 3 പൗണ്ട്, 4 എടുത്താൽ 10 പൗണ്ടിന് കിട്ടും. നമ്മളിവിടെ വന്നിട്ട് ഒരു ചെറിയൊരു ഷോപ്പിൽ കയറിയതാണ് ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ വില നോക്കായിരുന്നു. എൻ്റെ അമ്മോ, ഈ ഒരു സാധനത്തിന് 80 പൗണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാത്തിനും നല്ല വിലയുണ്ട്. വാങ്ങി എടുത്തിരിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടോ, അത് റമ്മിൻ്റെ. അപ്പോൾ ഈ ചോക്ലേറ്റിൽ റമ്മ മിക്സ് ചെയ്ത സംഭവം എന്തോ ആണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്നാണ് ഇവിടുന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും വരുന്നവർ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. വോഡ്ക ഉണ്ട്. ഇത് ആൽക്കഹോൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ. ആരോ കാണാണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓടുന്നുണ്ട്. അങ്ങേ എവിടെയാ പോകുന്നത്? ഭയങ്കര ഫേമസ് ആണെന്ന് പറയുന്ന ഒരു സാധനമാണ് കാണാൻ പോകും. ഇവിടെ സാധനം ഉണ്ട്. അപ്പം നമ്മൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ളത് കുറച്ച് നടന്ന് പോകണം. ഫൈനലി നമ്മളിതാ സാധനം വാങ്ങിക്കാൻ. ഇത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണിത്. ഇതെന്ത് ജിഞ്ചർ ബ്രെഡോ എന്താ പറയുക? ജിഞ്ചർ ബ്രെഡ്. എന്തോ ഇവരുടെ എന്താ ഇവിടുത്തെ ഭയങ്കര ഫേമസ് സാധനമാണെന്ന് പറഞ്ഞു. സോ നമ്മൾ ക്യൂ നിന്ന് നോക്കട്ടെ. ഇവിടുന്ന് എല്ലാം നടന്നു തിരിച്ചു പോവാ. അപ്പം ഭയങ്കര ടയേർഡായി. ഇനിയിപ്പം വേറൊരു വാട്ടർഫോൾ ഉണ്ട് എന്ന് പറയുന്നു. ഞങ്ങളൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. അടിപൊളിയാണെങ്കിൽ അതും കാണിച്ചു തരാം. ബ്രോ, wanna say something about this place? Yeah, it's very nice. No, seriously, it's very good. It's like ആളെപ്പോഴും എങ്ങനെയാ? favorite place. Everybody should must have a visit. Very good. നമ്മളെ നാട്ടിൽ തോട് പോലെയുണ്ട്, പക്ഷെ ഇത് നല്ല ക്ലിയർ വെള്ളം അല്ലേ? ഇല്ല, കാണുന്നുണ്ട്. This place is actually nice. You know, I mean, if you're planning to come here, you have to keep one thing in mind. There is very less parking here. Either you come little early than you plan to, when you are planning for the cruise. So you have to plan at least 1 hour before you have to come here. And if you're not finding parking here, you have to go and look for other ones. But you must do this cruise. It's actually nice. If you're coming to Lake District, this is a must visit place. So it takes somewhere around the minimal time is 50 minutes. So you can take the green line cruise. So that is actually the shortest cruise, and it will take around 14.25 or 15 pounds per adult. And there are 2 stops. So yeah, I think you can enjoy that if you are coming here. അപ്പം നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ക്രൂയിസിൽ കയറാൻ പോവാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഫുൾ സെറ്റായി നിൽക്കുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റ്സ് എങ്ങാനും ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു ക്രൂയിസിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതായത് അത് അവിടെ എത്തണം, ആ ഒരു ഡ്രൈവ് പോയേക്കുവാണ്. അപ്പോൾ അത് തിരിച്ചെത്തിയിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ സെൽഫ് ഡ്രൈവിൻ്റെ കുറേ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല. ജസ്റ്റ് അവിടെ ബോർഡ് കണ്ടു എന്നേ ഉള്ളൂ. എവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ചാൽ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അലമ്പുണ്ടാവുമല്ലോ. അതേപോലെ നമ്മൾ ക്രൂയിസൊക്കെ ബുക്ക് ചെയ്ത് നേരെ കയറാൻ പോകുന്ന സമയത്താണ് ചെറിയൊരു പണി കിട്ടിയ മനസ്സിലായത്. അത് വേറൊന്നുമല്ല, നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അത് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു.
That is green. അപ്പം ഞങ്ങളെ സൈഡിലുള്ള മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഇവിടെ പിന്നെ വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ നേരെ അതിലേക്ക് കയറിയിരുന്നു. പിന്നെ കറൻ്റ്ലി എന്താണോ ഉള്ളത് അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മളൊരു പോളിസി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒരു 50 മിനിറ്റ് ഉണ്ട്. Well, good afternoon, ladies and gentlemen. A very warm welcome aboard Miss Cumbria number 3. And don't you worry, I won't spoil your cruise on yet another lovely day by regaling you with the stories of what happened to Cumbria's 1 and especially number 2. No, those tales are definitely for dark winter's nights by the fire. Told very amusingly by my colleague Tom, who did happen to be there on one occasion. ഇച്ചിരി ഉള്ളത് പക്ഷെ പാലസാ പോലും. ഇന്നത്തേത് ഓൾമോസ്റ്റ് കവറപ്പ് ചെയ്തു. ഈ വലിച്ച കെട്ടി നോക്കണ്ട, ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് 8 മണി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സൺസെറ്റ് എവിടെയും പോയി കാണണം എന്നുള്ള പ്ലാനിലാണ്. അതേപോലെ തന്നെ ഡിന്നറിനുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പം നമ്മളിവിടെ ഒരു ഷോപ്പ് കണ്ട് ഇവിടെ നിയർ ബൈ, അപ്പം അവിടെ പോകാൻ വേണ്ടിയിട്ട് പാർക്ക് ചെയ്തിട്ടാണുള്ളത്. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് മേ ബി സൺസെറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യും. നോക്കാം. ഇത് നമ്മൾ നിൽക്കുന്ന വീട്ടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള സ്ഥലമാണ്. ഇവിടുന്ന് സൺസെറ്റ് നല്ല വൃത്തിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ്. ബട്ട് ഞങ്ങൾക്കത് മിസ്സായി. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പോസ് ചെയ്ത് നിൽക്കുക. ഇതൊക്കെ ചെമ്മരിയാട് പോസ് ചെയ്ത് നിൽക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ഇവിടുന്ന് നൈറ്റ് മേടിച്ച പിസയാണ് കേട്ടോ. ബട്ട് ഇതിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയ കുറേ ഐറ്റംസ് കാണാനുണ്ട്. കുക്കുംബറുണ്ട്, യോഗേർട്ട്, പിന്നെ എന്താ മാംഗോ ചട്നിയോ, മാംഗോ ചട്നി അങ്ങനെ കുറേ അൺഎക്സ്പെക്റ്റഡ് കണ്ടു. ഇന്നലെ വന്ന ബിരിയാണീൻ്റെ ബാക്കി സാധനം എടുത്തിട്ട് ബിരിയാണിൻ്റെ മുകളിലിട്ടതാണ്. There is a corner, right? There is a small hole. Can you pull it? Let's just pull it. Cheers. Cheers.